ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. കേക്ക് എന്ന് പറയുമ്പോൾ പഞ്ചസാര വേണ്ട, പിന്നെ അതുപോലെ മൈദപ്പൊടി വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് ആട്ടമാവും പിന്നെ അതുപോലെ ശർക്കരയും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കേക്കാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുത്തി പൊട്ടിച്ചാണ് കേട്ടോ ശർക്കര. അതെടുത്തിട്ട് ഒരു പാനിലിട്ടതിന് ശേഷം നമുക്കതിൽക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അവിടെ ഇരുന്നിട്ട് മെൽറ്റ് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്, ഗോതമ്പ് പൊടി. പിന്നെ അതുപോലെ 1/2 കപ്പ് അരിപ്പൊടി, നമ്മൾ നൂൽപുട്ടും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി 1/2 കപ്പ്, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, 1 നുള്ളു ഉപ്പും. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഒരു 2-3 തവണ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറെ ഒരു ബൗൾ എടുക്കാം. ആ ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട ഉടച്ചൊഴിക്കണം കേട്ടോ. ഇതിപ്പോൾ അരിച്ച് നമുക്ക് മാറ്റിയിട്ട് വേറെ ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വലിയൊരു ബൗളെടുത്തതിന് ശേഷം ഒരു 3 കോഴിമുട്ട ഉടച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്താൽ മതി, അത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിട്ട് എടുക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് നെയ്യ് ഉണ്ടല്ലോ, അത് എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. ആ നെയ്യും കൂടെ ചേർത്തിട്ട് ഈ നമ്മുടെ കോഴിമുട്ടയും പിന്നെ അതുപോലെ ഈ നെയ്യും കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഏത് തരം നെയ്യ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഡാൽഡ എടുക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അത് കുഴപ്പമില്ല. ബട്ടർ എടുക്കുമ്പോൾ അതൊന്ന് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ മുട്ടയുടെയും നെയ്യിൻ്റെയും കൂട്ടിലേക്ക് ഒഴിച്ചെടുക്കാം. നിങ്ങളെ ശർക്കരയിൽ കല്ലുണ്ടോ എന്നുള്ളത് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ പൊടികളൊക്കെ, അതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടിയിൽ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡ്യൂട്ടി ഫ്രൂട്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറേശ്ശെ ഈ പൊടി നമ്മുടെ മുട്ടയുടെയും പിന്നെ അതുപോലെ ശർക്കരയുടെ ഒക്കെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ടാൽ മതി, ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നമുക്ക് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ പൊടികളൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് 1/2 ടീസ്പൂണ് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഒരു കേക്കല്ലല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ട്രേ എടുത്തിട്ട് അതിൻ്റെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിലും ചെയ്തെടുക്കുക. ഒരു വലിയ പാൻ വെച്ചിട്ട് അതിലൊരു തട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഈ ബേക്കിംഗ് ട്രേ അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കത് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കത് കേക്ക് നന്നായിട്ട് വെന്താൽ ഓവനിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ടവൽ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കണ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വേറൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. നല്ല സോഫ്റ്റ് ഉണ്ട്. നമ്മൾ ചായയുടെ കൂടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. ഞാനിപ്പോൾ ഇതിൽ വാനില എസൻസും പിന്നെ അതുപോലെ
ഏലക്കയുടെ പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഒരു തേങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസോ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മൈദപ്പൊടിയും പഞ്ചസാരയും ഒന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കേക്കാണ്, നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്